നമ്മൾ കുറച്ച് പേരുന്ന് ഭക്ഷണം കൊണ്ടുവരാത്തതുകൊണ്ട് അപ്പുറത്ത് 60 രൂപയ്ക്ക് ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം വരുന്നത് ആലപ്പുഴ കോൺവെന്റ് ജംഗ്ഷൻ്റെ അടുത്തായിട്ട് ഒരു ജനസേവാ കേന്ദ്രമുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെയാണ് ഈ സ്പോട്ട് വരുന്നത്. ആ ഫ്രണ്ടേ പോകുന്ന ആളാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയത്. സാലഡ് തുറന്നു, അച്ചാർ തുറന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നേരെയുള്ള ബോർഡ് ശ്രദ്ധിച്ചത്. ചിക്കൻ ബിരിയാണിക്ക് 100 രൂപ, ബീഫ് ബിരിയാണിക്ക് 110 രൂപ. അത് കണ്ടപ്പോൾ എൻ്റെ കിളിയും പോയി കിളിക്കൂടും പാറിയിരിക്കുന്ന സമയമാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിൽ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളവിടെ ഇരുന്നത്. അപ്പോഴാണ് അവിടുത്തെ ചേച്ചി എന്ന് പറയുന്നത് സ്കൂൾ പിള്ളേർക്കും കോളേജ് പിള്ളേർക്കും 60 രൂപയ്ക്കാണ് ബിരിയാണി കൊടുക്കുന്നതെന്ന്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. 60 രൂപയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റിയിലാണ് അവർ തന്നത്. അത്യാവശ്യം വലിയ പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. കൈ പൊള്ളിപ്പോയി. നല്ല ചൂടോടെയാണ് അവർ സെർവ് ചെയ്യുന്നത്. 60 രൂപയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കല്യാണ ബിരിയാണിക്ക് കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. എനിക്ക് സത്യത്തിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണി. അതിനകത്തൊരു നാരങ്ങ അച്ചാർ ഉണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരൊരു ലൈമും കൂടെ നമുക്ക് തരുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും കൂടെ 60 രൂപയുള്ളൂ. ആ ലൈം കുടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ വന്നത് സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സിസ്റ്ററിനെ അടക്കം ചെയ്തിട്ടുള്ള പള്ളിയിലാണ് വന്നത്. ഇത് നമ്മുടെ കോളേജിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ പള്ളി ഉള്ളത്. ഞങ്ങൾ വന്നിട്ടുണ്ട്, എന്നാലും അതിലെ വഴി പോയപ്പം ഒന്ന് കയറി നോക്കിയതാണ്. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല മത്തടിച്ചിരിക്കുകയാണ്. ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് വന്നത്. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഞാൻ വന്ന് കുറച്ച് നേരം അങ്ങോട്ട് കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരാശ്വാസമായത്. പിന്നെ വൈകിട്ട് NCC ഉണ്ടായിരുന്നു. NCCയുടെ പരേഡ്. നമ്മുടെ തുണിയൊക്കെ ഉണങ്ങാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ കൊണ്ടുപോയി തുണി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വടി പോലെ ഉണങ്ങി കിട്ടും. 1 മിനിറ്റ് പോലും എടുക്കണ്ട, അത്ര പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ടാറ്റാ.